Very good morning, dear students. So we are moving on to the last part of the EDP. Okay, entrepreneurshipൻ്റെ ലാസ്റ്റ് മൊഡ്യൂളിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റേഴ്സുകളിലും നമ്മളൊക്കെ നോക്കിയത് എന്താണ്, ഏകദേശം ഒരു ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ who is an entrepreneur, how to start an entrepreneurship, what are the differences between a manager and the entrepreneur, and then what are the benefits in the Indian economy due to the entrepreneur എന്നുള്ള കാര്യങ്ങൾ, and then what is the role of entrepreneur, okay, what are the qualities that the entrepreneur should possess, and how to start an entrepreneurship. ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചു പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ, ദാറ്റ് ഈസ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രീതിയിൽ വിമൻ ഓൺട്രപ്രണേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇന്ന് വിമൻ ഓൺട്രപ്രണേഴ്സിനാണ് ടു സ്റ്റാർട്ട് എ വിമൻ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കമായിട്ട് നിന്നിരുന്നതും അവരായിരുന്നു. ഇന്ന് അവരല്ല. ഇന്ന് എന്താ പറയുക, ചരിത്രം തന്നെ നമ്മൾ മാറ്റി കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ പുതിയ ബിസിനസ് ഐഡിയ, അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്ക് എത്രയോ ഡയറക്ടേഴ്സായിട്ട് എത്രയോ പെൺകുട്ടികൾ വരുന്നുണ്ട്. ഓക്കെ, നല്ല നല്ല ഐഡിയാസോട് കൂടിയിട്ട് എത്ര പേര് വരുന്നുണ്ട്, എത്ര പേര് ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എത്രയോ വിമൻ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം നമ്മുടെ ദാറ്റ് ഈസ് എന്താ പറയുക, ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചിട്ടും വിമൻ ഓൺട്രപ്രണേഴ്സിനെ കുറിച്ചിട്ടും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് അസിസ്റ്റ് ചെയ്യുന്ന, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസിസ്റ്റിങ് ദി ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഓൾസോ ദി ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ പല തരത്തിലും നമുക്ക് സഹായം വേണ്ടി വരും, അല്ലേ? പല തരത്തിലും നമുക്ക് സഹായം വേണ്ടി വരും. അപ്പോൾ ആ സഹായം എങ്ങനെ, എവിടെ നിന്ന്, ആരിലൂടെയാണ് സഹായം ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. തേർഡ് ചാപ്റ്ററിൽ എന്തായിരുന്നു, നമുക്ക് MSMEനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. സോ പ്ലാന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറിനെ ബേസ് ചെയ്തിട്ട് മൈക്രോ ഇൻഡസ്ട്രി ആണോ, സ്മോൾ ഇൻഡസ്ട്രി ആണോ, മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഏകദേശം ഫോർത്ത് ചാപ്റ്റർ ആയപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫീസിബിലിറ്റി, അതേപോലെ തന്നെ ഒരു ഫാക്ടറി സെറ്റപ്പ് എങ്ങനെ വേണം, ലാൻഡ് ലേഔട്ട്, പ്ലാന്റ് ലേഔട്ടിനെ കുറിച്ചിട്ട്, ഓക്കെ, ഫാക്ടറി ഡിസൈനിനെ കുറിച്ചിട്ട്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലെല്ലാം നോക്കി. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ കൊളാബറേഷൻ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അതൊക്കെ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ കടന്നു പോകുന്നു. പിന്നെ അതേപോലെ തന്നെ വിട്ടുപോയിട്ടുള്ള കാര്യം ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്, എന്തിനാണ് ഇൻക്യുബേറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്, സെക്യൂർനെറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. സോ ഇതൊക്കെ വളരെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന എല്ലാ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് EDPയിൽ വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഫൈനൽ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിപ്പയറിങ് ദി പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ഒരു റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഓക്കെ, ഇൻ എ റിപ്പോർട്ട് നമ്മൾ ഈ 4 ചാപ്റ്ററിലും നമ്മൾ ഓരോ പ്രാവശ്യം അനാലിസിസ് നടത്തിയിട്ടുള്ളതും ഇവാലുവേഷൻ നടത്തിയിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. So right from the generation of project idea, screening, and finally you are landing up in a particular product. അപ്പോൾ ആ പ്രോഡക്റ്റ് തൊട്ടുള്ള കാര്യങ്ങൾ, പ്രോഡക്റ്റ് വേണം, പ്രോസസ്സ് വേണം, ക്യാപിറ്റൽ പ്രൊക്യൂർമെൻറ്റ് വേണം, പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൊക്യൂർമെൻറ്റ് വേണം,
അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് വേണം, ഫൈനൽ പ്രോഡക്റ്റ് വേണം, അതിൻ്റെ പാക്കിംഗ് വേണം, അതിൻ്റെ മാർക്കറ്റിംഗ് വേണം, അതിൻ്റെ അഡ്വർടൈസിങ്, ഷെയറിങ്, കാരണം എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഫയലാണ്, where you have all those necessary documents and all those necessary reports which you have analyzed will be in that file. So in each and every stage, from where do you want to get any NOC, or from where you want to get any license, or when you want to get any approval from any authority, this copy of the project report has to be submitted എന്നുള്ളതാണ്. ഓക്കെ, സോ എവിടേക്ക് പോകുമ്പോഴും നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? വാട്ട് ഈസ് അവർ പ്ലാൻ, വാട്ട് ഈസ് അവർ പ്രൊജക്റ്റ് ആൻഡ് വാട്ട് ഈസ് അവർ പ്രൊജക്റ്റ് റിപ്പോർട്ട്, ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ അവർ ഹാൻഡ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് സ്കേഴ്സ് റോ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗവൺമെൻറ് ആണ് നമുക്ക് റോ മെറ്റീരിയൽസ് ലഭിക്കുക. സോ അതിനും എന്ത് വേണം? പ്രൊജക്റ്റ് റിപ്പോർട്ട് വേണം. സബ്സിഡി, ഇൻസെൻറ്റീവ്സ്, അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതിനും നമുക്ക് എന്ത് വേണം? പ്രൊജക്റ്റ് റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇനി എൻവയൺമെൻറ്റൽ ബോർഡിൻ്റെ ക്ലിയറൻസ് വേണോ? പ്രൊജക്റ്റ് റിപ്പോർട്ട് വേണം. സോ വാട്ട് യു ആർ ഗോയിങ് ടു മേക്ക് എന്നുള്ളതാണ്, ആൻഡ് വാട്ട് ഈസ് ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ മേക്കിംഗ് ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ്. സോ വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് ദ waste particles that has been let out from the factory. So what is the process of disposing the waste materials? അപ്പോൾ ഇങ്ങനെ എൻവയൺമെൻറ്റ് ബോർഡ് അത് എത്രത്തോളം ഹാംഫുൾനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിനിമൽ ഡാമേജൊക്കെ എൻവയൺമെൻറ്റിനൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ബിയോണ്ട് ദറ്റ് മിനിമൽ ലെവൽ the environment board will not give the clearance or approval to start a business. അപ്പം മുളയിൽ നുള്ളി കളയേണ്ടി വരും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ബിസിനസ് രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥാപനം കൊണ്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അടുത്ത പരിസരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് അവർ എൻകർ ചെയ്യാൻ പോകുന്നത്, സോഷ്യൽ കോസ്റ്റ് എന്നുള്ളതും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ സോഷ്യൽ കോസ്റ്റ് വേണം, സോഷ്യൽ ബെനഫിറ്റ് വേണം, ആൻഡ് സോഷ്യൽ കോസ്റ്റിനേക്കാളും ബെനഫിറ്റാണ് കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാലാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് അപ്രൂവൽ ലഭിക്കുകയുള്ളൂ. Okay, so coming on to the topic, we'll see what is the meaning and definition of a project report. Project report എന്ന് പറയുന്നത് is a document wherein all the details obtained from technical analysis, financial analysis, profitability analysis, economic analysis, etc. അപ്പോൾ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് എക്കണോമിക്, ഇതിൻ്റെ എല്ലാ അനാലിസിസിൻ്റെയും റിപ്പോർട്ട് വിൽ ബി ദെയർ ഇൻ ദി പ്രൊജക്റ്റ് റിപ്പോർട്ട്. Okay, and then we will move on to the meaning and definition. അതിൽ വരുന്നത് പ്രൊജക്റ്റ് റിപ്പോർട്ട് or a business plan. പ്രൊജക്റ്റ് റിപ്പോർട്ട് അല്ലാതെ നമ്മളിതിന് ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഈസ് എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാട്ട് ആൻ entrepreneur proposes to take up. It is a kind of guide or course of action what the entrepreneur helps to achieve through his business and how he is going to achieve it. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉള്ള റിപ്പോർട്ട്, ദാറ്റ് ഈസ് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് റിട്ടൺ ആയിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് പ്രിൻ്റ് ഔട്ട്സ് ആയിരിക്കാം, വട്ട് എവർ ഇറ്റ് മേ ബി. ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പേഴ്സണും നോക്കിക്കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് ആൻ ഐഡിയ വാട്ട് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ, ദാറ്റ് ഈസ് ദിസ് ഓൺട്രപ്രനർ ഇസ് ഗോയിങ് ടു മേക്ക് എന്നുള്ളതാണ് നമുക്കതിൽ കിട്ടുക. ഓക്കെ, ആൻഡ് ദെൻ ഹൗ ഹി ഈസ് ഗോയിങ് ടു അച്ചീവ് ഹിസ് ഡ്രീം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലൂടെ അയാൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണ്, വാട്ട് ആർ ഹിസ് ഒബ്ജക്റ്റീവ്സ്, ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ബിസിനസ് ഗോൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിന്ന് അറിയാനായിട്ട് സാധിക്കും. A project report may be defined as a document with respect to any investment proposal based on certain information and factual data for the purpose of appraising the project. അപ്പോൾ വീണ്ടും അവർ പറയുന്നത് എന്താണ്, ഒരു ഡോക്യുമെൻ്റ് ആണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനെ കുറിച്ചിട്ടുള്ള ഒരു ഫാക്ച്വൽ ഡാറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകണോ അതല്ലാന്നുണ്ടെങ്കിൽ വെദർ വി ഹാവ് ടു റിജക്റ്റ് ഇറ്റ് അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും കൂടിയാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നൗ വി വിൽ സീ
what are the objectives of project report, അതല്ലാന്നുണ്ടെങ്കിൽ what is the purpose of project report or what is the need of project report എന്നുള്ളത് ക്ലിയർ. സോ പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ആൻഡ് യൂസ്ഫുൾ. ഇത് ഉപകാരമുള്ളത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം കൂടിയുള്ളതാണ്. കാരണം രജിസ്ട്രേഷൻ ഓഫ് ഇൻഡസ്ട്രി, ലാൻഡ് അലോട്ട്മെൻറ്റ്, ലോൺ സാങ്ഷൻ, സബ്സിഡി, allotment of quota of raw material, availability of infrastructural facilities are based on project report. ഇപ്പം മനസ്സിലായി എന്തിനുള്ളതാണെന്നുള്ളത്. നമുക്ക് ഏതൊരു കാര്യം ചെയ്യുന്നതിനും ഈവൻ ഇൻഡസ്ട്രിയുടെ രജിസ്ട്രേഷൻ, ദ ബേസിക് പാർട്ട് വിച്ച് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്, രജിസ്ട്രേഷൻ പ്രോസസ്സിന് പോലും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലാൻഡ് അലോട്ട് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, സബ്സിഡിയുടെ കാര്യത്തിൽ സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, റോ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് തരുന്നത് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോട്ട അനുസരിച്ച് നമുക്ക് റോ മെറ്റീരിയൽസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ആവശ്യമായിട്ട് വരുന്നത് എന്താണ്? പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. ഓക്കെ. സോ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ദാറ്റ് ഈസ് നമ്മളൊരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ. ഒരു ഓൺടർപ്രണർ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഹിസ് പ്രൊജക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ വരുന്നത് എന്താണ്? ഈ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും നമുക്കതിലുണ്ട്. ഒരു ഗൈഡാണ് ഇത്. ഹൗ ആൻ ഓൺടർപ്രണർ ഇസ് ഗോയിങ് ടു അച്ചീവ്, അല്ലെങ്കിൽ വാട്ട് ഈ ഓൺടർപ്രണർ ഇസ് ഗോയിങ് ടു ഡു, വാട്ട് ഈസ് ഹിസ് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് പ്രൊജക്റ്റ് റിപ്പോർട്ടിലുള്ളത്. ഓക്കെ. ഇനി പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ലാൻഡ് അലോട്ട്മെൻറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ റോ മെറ്റീരിയൽ സബ്സിഡൈസ്ഡ് റേറ്റിന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സബ്സിഡി ഇൻസെൻറ്റീവ്സ് ഒക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ we have to prepare the project report. So based on a project report ആണ് അവർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ഷോർട്ടായിട്ട് നമുക്കൊരു 7 പോയിൻറ്റ്സിൽ അവർ തന്നിട്ടുണ്ട് in why we are making this project report എന്നുള്ളത്. Okay, first one is selection of best investment proposal. Project report is required to take the decision regarding the best investment. So നമ്മൾ എത്രത്തോളം ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു and what made us to select this product as our investment ഓപ്പർച്യൂണിറ്റി, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആയിട്ട് നമുക്കിത് എങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചു. ദറ്റ് ഈസ് അവർ ഫസ്റ്റ് പോയിൻറ്റ്. Second thing is registration and approval of project. It is also required to facilitate registration. So registration purpose we need to prepare project report. And third one is financial assistance. So in case if we want to get any financial assistance from the part of the government, or if we want to make any arrangements for the loan, any term loans ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ബാങ്കുകളിനോ നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to submit our project report, because in that we have the entire details about what we are going to make, and also what we are going to produce, and what is our action plan. Everything is there in the project report. Okay, next is solving various doubts. So if we have any doubts regarding a project, that can be cleared from the report also. It is a brief description, account and mirror of the project to be started. So what is going to be there in the future is reflected in the report. അല്ലേ? ഫ്യൂച്ചറിൽ എന്തായിരിക്കും, ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരിക്കും,
അവിടെ ഇന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇന്ന പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതിലുണ്ട്? പ്രൊജക്റ്റ് റിപ്പോർട്ടിലുണ്ട്. സോ ഇഫ് യു ആർ ഹാവിങ് എനി ഡൗട്ട്സ് ഓൾസോ വി ക്യാൻ ക്ലാരിഫൈ ഇറ്റ് എന്നുള്ളതാണ്. And then appropriate basis. It acts as an appropriate basis for getting infrastructural facilities, incentives, concessions in various taxes from government and other agencies. അപ്പം ഒരു ബേസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എനി കൊട്ടാസ് ഓഫ് റോ മെറ്റീരിയൽ, അതല്ലാന്നുണ്ടെങ്കിൽ സബ്സിഡൈസ്ഡ് റേറ്റിന് എന്തെങ്കിലും പ്രോഡക്റ്റ്, ഇൻസെൻറ്റീവ്സ്, കൺസെഷൻസ്, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ടാക്സേഷൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബേസായിട്ടാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആൻഡ് ദെൻ ടെസ്റ്റിംഗ് ഓഫ് ബിസിനസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സൗണ്ട്നെസ്. സോ ഹൗ ഫാർ അവർ പ്രൊജക്റ്റ് ഈസ് accepted, how far it creates profitability and how far the soundness of the project. സോ ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഓരോ മേഖലകളിലും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്ലേസിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, ഇങ്ങനെ ദറ്റ് ഈസ് എന്താ പറയുക, അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി, ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ നിന്ന് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യം പോലും നമുക്കറിയാനായിട്ട് സാധിക്കും. സോ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, എക്സ്പെക്റ്റഡ് ഇൻകം, എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. സോ ഓരോ ദിവസം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് കമ്പനിക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് പോലും ആർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഗവൺമെൻറ്റിന് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് നഷ്ടം വരാതിരിക്കാനായിട്ട് if the product is quality product, the government will purchase a certain percentage from us. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും നിശ്ചിത ഒരു പെർസെൻറ്റേജ് ഗവൺമെൻറ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ധൈര്യമായിട്ടിരിക്കാം, നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഇസ് പർച്ചേസ്ഡ് ബൈ ദി ഗവൺമെൻറ്, സോ ദാറ്റ് ദി ഓൺടർപ്രനർ വിൽ നോട്ട് ഗോ ഇൻ ടു ലോസ് എന്നുള്ളതാണ്. കാരണം ദ റിസർവേഷൻസ് ആർ മെയ്ഡ് ബൈ ദി ഗവൺമെൻറ്റാണ്. സോ ഗവൺമെൻറ്റാണ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. സോ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റം എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ദാറ്റ് ഈസ് എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഈസ് ഡിഫറെൻറ്റ് പ്രിവിലേജസ് ആൻഡ് എക്സംഷൻസ്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ദ കമ്പനി വിൽ ഗെറ്റ് ദി എക്സംഷൻസ് ഓൾസോ, ആൻഡ് സംടൈംസ് ദി ഇൻഡസ്ട്രി വിൽ ഗെറ്റ് ദി some privileges. So we'll see what are it. Preparation of project report serves the purposes or satisfies the objectives because of the following. എന്തൊക്കെ privilege? Registration at DIC is possible. Okay, so after preparing the project report, when we submit it, the registration process at DIC level is very easy. Allotment of developed land and shed requires project report. So according to the nature of our business and according to our application, certain a particular place is allotted to the entrepreneur. Sometimes the factory shed or the industrial shed is also provided to the entrepreneur. Okay. Third one is procurement of raw materials from industrial corporation. So if we want to get raw materials also initially, ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻസിൽ നിന്ന് നമുക്കതും ലഭിക്കും. അതേപോലെ തന്നെ ഒബ്റ്റെയിനിങ് ലോൺ ഫ്രം ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ബാങ്ക്സ്. സോ എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും അത് അവെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് വേണം. ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ മേ ബി അസസ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി പ്രൊജക്റ്റ് റിപ്പോർട്ട്. സോ നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൻ്റെ നമ്മുടെ ഫിനാൻഷ്യലിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രിവിലേജസ് ആൻഡ് ഓൾസോ ദി എക്സംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തിനാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ?
ഇനി വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. ഓക്കെ, ഇറ്റ് സെർവ്സ് ആസ് എ ബ്ലൂ പ്രിൻ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. അതായത് എങ്ങനെയാണ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇൻ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഓർ ഇൻ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ദ നെക്സ്റ്റ് എന്താണ്, പകച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം എവറിത്തിങ് ഇസ് പ്രിപ്പയർഡ്. സോ ഇറ്റ് സെർവ്സ് ആസ് എ ഗൈഡ് എന്നുള്ള പോലെയാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ സീ ടു ദ സിഗ്നിഫിക്കൻസ്. ഓക്കെ, serves as a master plan. It serves as a master plan indicating the objectives of the enterprise and states in detail how these objectives are going to be achieved at various stages എന്നുള്ളതാണ്. ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ പോലെ തന്നെയാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് what is our manufacturing process, what we are going to manufacture and what are the objectives എന്നുള്ള കാര്യങ്ങൾ ഓരോ സ്റ്റേജിലും what we are going to do എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് ദ ഡയറക്ഷൻ in which way we are going to move or in which way we are going to reach the goal എന്നുള്ളതാണ്. സോ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ റീച്ച് ചെയ്യുന്നത്? സോ ഇൻ വിച്ച് വേ വി ആർ ഗോയിങ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓർ ദി ഗോൾസ് ഓഫ് ദി കമ്പനി എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള റൂട്ട് മാപ്പാണ് തരുന്നത് അവർ. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഇസ് ഇറ്റ് ഷോസ് ദ ഫീസിബിലിറ്റി. സോ നമ്മൾ വെറുതെ സ്വപ്നം കണ്ടത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുകയല്ല. സോ എങ്ങനെയൊക്കെയാണ് നമുക്കിത് ഫീസിബിൾ ആവുക എന്ന് ഓരോ സ്റ്റേജിലും ഇതിൻ്റെ ഫീസിബിലിറ്റിയും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ ഫീസിബിലിറ്റി ഓഫ് അച്ചീവിങ് പ്രോഫിറ്റബിലിറ്റി, ലുക്കിംഗ് ഇൻ ടു പ്രോഫിറ്റിൻ്റെ പ്രോബബിലിറ്റിയെ നമ്മൾ നോക്കുന്നുണ്ട്. എത്രത്തോളം പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോബബിൾ ആവും, പ്രോഫിറ്റബിലിറ്റിയുടെ പ്രോബബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ എല്ലാ ആംഗിളിനും, എക്കണോമിക്കൽ, ഫിനാൻഷ്യൽ, കമേഴ്ഷ്യൽ, സോഷ്യൽ. ഓക്കെ, എക്കണോമിക്കലി നമുക്ക് ഏറ്റവും എക്കണോമിക് കോസ്റ്റിന് നമുക്കൊരു നല്ലൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള അതിൻ്റെ ഫീസിബിലിറ്റി കാര്യങ്ങൾ നോക്കാം. ആൻഡ് ദെൻ നമ്മുടെ കമേഴ്ഷ്യലായിട്ട് നമ്മുടെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ സോഷ്യൽ കോസ്റ്റും വരുന്നുണ്ട്, സോഷ്യൽ ബെനിഫിറ്റും വരുന്നുണ്ട്. സോ എല്ലാ ഫീസിബിലിറ്റിയും നോക്കിയിട്ടാണ് നമ്മൾ ഇതിനുള്ള അപ്രൂവൽ തന്നെ കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഫോർസീസ് ദ റിക്വയർമെൻറ്റ്സ്. എ ഗുഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾസ് ആൻ ഓൺടർപ്രണർ ടു അസർടെയിൻ വാട്ട് ഹി നീഡ്സ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ പ്രൊജക്റ്റ് വെൽ ഇൻ അഡ്വാൻസ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിലും എന്താണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി ചെയ്ത് റെഡിയാക്കി വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. So in some different stages, if you want to take any decision, that also can be taken എന്നുള്ളതാണ്. Okay, crucial decisions such as quantity of production to reach break even level. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം നമ്മൾ എത്ര യൂണിറ്റ് പ്രിപ്പയർ ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് നഷ്ടമില്ലാതെ പോവുക. അപ്പോൾ ഈ നഷ്ടമില്ലാതെ പോകുന്ന ആ ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിസൈഡ് ചെയ്യാനായിട്ട് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് അവർ ബ്രെഡ് ഏർണിംഗ് പോയിൻ്റ് ആണ്. സോ മിനിമം ഇത്ര പ്രോഡക്റ്റെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താലാണ് അന്നത്തെ ദിവസത്തെ ചിലവ് നമുക്ക് ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ MC=MR എന്ന് പറയുന്ന ഒരു സ്റ്റേജാണത്. സോ അതിന് മീതെ വരുന്നതെല്ലാം നമുക്ക് പ്രോഫിറ്റാണ്. അതിന് താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ കുറയും, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ലോസ് ഇൻകർ ചെയ്യും. ആ ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ കടക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദ ബ്രെഡ് ഏർണിംഗ് പോയിൻ്റ് ഓർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് എൻഷുവേഴ്സ് സർവൈവൽ. സോ സർവൈവൽ ഓഫ് ബിസിനസ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാർക്കറ്റബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ അല്ല, ഹൗ ഇറ്റ് ഈസ് റീച്ച് ടു ദി കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്.
സോ അവരിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇറ്റ് ഹെൽപ്സ്, എവറിത്തിങ് ഹെൽപ്സ് ഇൻ ദി മാർക്കറ്റിംഗ്. Sometimes if we are not able to if we are not capable to market the products, we can take the assistance of any other companies. സോ അങ്ങനെ ഒരു ഇതിലേക്ക് പോകണോ? കമ്പനിയുടെ സർവൈവൽ എന്ന് പറയുന്നത് ഹൗ ഡു വി മാർക്കറ്റ് ദി പ്രോഡക്ട്സ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു സമയത്ത് ഹോർലിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, സ്ട്രോങ്, ഷാർപ്പ്, ടോളർ എന്ന് പറയുന്ന ഒരു സ്ലോഗനോട് കൂടിയിട്ട് അത് എന്താ പറയുക, റീവൈറ്റലൈസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ബിക്കോസ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് അവർ വലിയ കുഴപ്പമില്ലാത്തൊരു ബെറ്റർ പ്രോഗ്രസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ പിന്നെ ഹോർലിക്സ് എന്ന് പറയുന്ന കമ്പനി ഒരു ഭയങ്കര ലോസിലേക്ക് പോയി. അവരേകദേശം അത് ക്ലോസ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലായിരുന്നു പണ്ട് നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നത് ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ലോഗനാണ്. സോ അഡ്വർടൈസിങ് സ്ട്രാറ്റജി മാറ്റി they started to give importance to the children in their home. കാരണം കുട്ടികൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്നുള്ളത് അവർക്കറിയാം. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ എന്തും തന്നെ ചെയ്യും, എത്ര ത്യാഗം വേണമെന്നുണ്ടെങ്കിലും സഹിക്കും. സോ അതൊക്കെ അവർ ഇതിൻ്റെ ഉള്ളിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ് ആ പരസ്യത്തിൽ നമ്മൾ കാണുന്നത്. So it makes the children sharper, it makes the children stronger എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Okay, and then is plan of expected performance. It is a plan in advance of expected performance in various areas such as technology, marketing, finance, production, customers, and in which area we want to give our importance. That we can do it over here. ചിലപ്പോൾ ടെക്നോളജി ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. അസസ് profitability. By assessing demand potential and working out cost of capital invested or the operational cost, profitability of the proposed project can be correctly assessed എന്നുള്ളതാണ്. സോ നമുക്ക് പ്രോഫിറ്റബിലിറ്റീനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നോളജ്. സോ ഡിമാൻഡ് പൊട്ടൻഷ്യാലിറ്റി, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, അതിൻ്റെ ഒരു വർക്കിംഗ്. സോ ഹൗ മച്ച് ഈസ് ഇൻവോൾവ് ഇൻ ദി ബിസിനസ്, ഹൗ മച്ച് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് എ റിട്ടേൺസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ ടു നോ എക്സ്പെക്റ്റഡ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. അപ്പോൾ ഇതിൽ എ പ്രൊജക്റ്റ് റിപ്പോർട്ട് enables the entrepreneur to know how much inputs such as money, manpower, materials would be required, technology to be adopted, and output like economic gains from the project is to be obtained എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം എത്രത്തോളം ഇൻപുട്സ് വേണം, ഒരു 1 year പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ how much inputs is required, raw materials is required, what are the utilities that is required, അതേപോലെ തന്നെ മാക്സിമം ഔട്ട്പുട്ട് എത്രയാണ് നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്ക് വരാമോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റാവുന്നതുകൊണ്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ടു ക്വാണ്ടിഫൈ ഒബ്ജക്റ്റീവ്സ്. Project report helps to quantify objectives, makes measurable, verifiable and attainable. നമുക്ക് കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ദാറ്റ് ഈസ് എന്താ പറയുക വെരിഫൈ ചെയ്യാനോ നമുക്ക് ലഭിക്കാനോ ഇതൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ടു ഗെയിൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജഡ്ജ് ദി ഓൺട്രപ്രണർ ആൻഡ് ഹിസ് എൻ്റർപ്രൈസ് ആൻഡ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നുള്ളതാണ്. ഗവൺമെൻറ് അസിസ്റ്റൻസ്, ഇൻസെൻറ്റീവ്സ്, ടാക്സ് എക്സംഷൻ, സബ്സിഡീസ് ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദിസ് ദറ്റ് ഈസ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഗവൺമെൻറ് ക്ലിയറൻസ് ഫ്രം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് നമുക്ക് പെർമിഷൻ ലഭിച്ചിട്ടില്ല, അപ്രൂവൽ ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. യൂസ്ഫുൾ ടു ഓൺട്രപ്രണർ. A good project report highlights the practicability of a project in terms of economy, finance, technology, social desirability, etc.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഓൺട്രപ്രനറിന് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. പ്രൊജക്റ്റ് റിപ്പോർട്ട് ബിസിനസ് പ്ലാൻ ആക്ട്സ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നോട്ട് ഓൺലി ടു ഓൺട്രപ്രനേഴ്സ് ബട്ട് ഓൾസോ ടു എക്സ്റ്റേണൽ പാർട്ടീസ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും വേറൊരു തേർഡ് പാർട്ടി നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട് നോക്കിയാലും അവർക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇതിൻ്റെ മാസ്റ്റർ പ്ലാനാണ്, ഒരു ബ്ലൂ പ്രിൻ്റാണ്. അത് ആര് വായിച്ച് നോക്കിയാലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. വാട്ട് ദി ഓൺട്രപ്രണർ ഇസ് ഗോയിങ് ടു ഡു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് സാധിക്കും. ആൻഡ് ഹൗ ഹി ഈസ് ഗോയിങ് ടു അച്ചീവ് ഹിസ് ഗോൾ ഓർ ഹിസ് ഒബ്ജക്റ്റീവ്. So whether he has got the feasibility report, technical analysis, അതേപോലെ എക്കണോമിക് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഇതൊക്കെ ഫീസിബിൾ ആവോ എന്നുള്ള കാര്യങ്ങൾ, ഫീസിബിലിറ്റി അനാലിസിസ്, അതിന് റിലേറ്റ് ചെയ്തുള്ള റിപ്പോർട്ട്, എവറിത്തിങ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദി പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഗിവ്സ് എ വെരി ക്ലിയർ ഐഡിയ ഹൗ യു ആർ ഗോയിങ് ടു അച്ചീവ് ഓൾ ദോസ് തിങ്സ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടായാലും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് എന്നുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കിടക്കാം. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.